തിരുവനന്തപുരം വെമ്പായത്ത് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടി വീണ്ടുണ്ടായ അപകടത്തിൽ വിശദമായ പരിശോധന നടത്താൻ പോലീസ്. അപകട കാരണം, സുരക്ഷാ സംവിധാനങ്ങളിലെ വീഴ്ച, പ്രവർത്തന മാനദണ്ഡങ്ങളുടെ ലംഘനം എന്നിവയ്ക്ക് പുറമെ നാട്ടുകാർ ഉന്നയിച്ച ആരോപണങ്ങളും പോലീസ് പരിശോധിക്കും. വിദേശത്തുള്ള പാർക്കുടമയെ ബന്ധപ്പെടാനും ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്താനുമുള്ള നടപടികളും പോലീസ് ആരംഭിക്കും. അതേസമയം പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 5 നാഗർകോവിൽ സ്വദേശികളുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. ആഷിൻ ഡിയാഗോ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആഷിൻ, വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ക്രമീകരണങ്ങളും സുരക്ഷയുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒറ്റനോട്ടത്തിൽ തന്നെ പ്രകടവുമാണ്. നാട്ടുകാർ ഉയർത്തിയ ഗുരുതര സ്വഭാവത്തിലുള്ള പരാതികളുണ്ട്. കേസെടുത്തിട്ടുണ്ട് പോലീസ്. അന്വേഷണം എങ്ങനെ? ആഷിൻ ഡിയാഗോ. റിജിത്ത്, ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു ഈ ഒരു അപകടം നടന്നത്. ഈ അമ്യൂസ്മെന്റ് പാർക്കിലെ ഒരു റൈഡ് അത് പ്രവർത്തിക്കുന്നതിടെ പൊട്ടി വീണ് 5 പേർക്കായിരുന്നു ഗുരുതരമായി പരിക്കേറ്റത്. അതിൽ 15 പേരായിരുന്നു ആ സമയം ഉണ്ടായിരുന്നത്. ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ തന്നെ നാട്ടുകാർ അവിടെ വലിയൊരു പ്രതിഷേധവുമായി എത്തിയിരുന്നു. കാരണം ഇതാദ്യമായല്ല ഈ ഹാപ്പി ലാൻഡിൽ ഈ ഒരു അപകടം സംഭവിക്കുന്നത്. മുൻപും സമാന രീതിയിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഏപ്രിലിൽ പോലും ഒരു കുഞ്ഞ് 11 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരു സുരക്ഷയും ഇല്ലാതെയാണ് ഈ ഹാപ്പി ലാൻഡ് പ്രവർത്തിക്കുന്നത് എന്ന ആരോപണം നേരത്തെ മുതൽ തന്നെ ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന ഒന്നാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഉണ്ടായ ഈ ഒരു അപകടം കൂടി സംഭവിക്കുന്നത്. നിലവിലിപ്പോൾ എന്തായാലും പോലീസ് ഈ പാർക്ക് പ്രവർത്തിക്കുന്നതിന് അതിനുള്ള അനുമതി നിഷേധിച്ചിട്ടുണ്ട്. താൽക്കാലികമായി ഇത് അടപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നാണ് വിശദമായ പരിശോധന നടത്തുന്നത്. കൂടുതൽ മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്കെത്തി ഈ നാട്ടുകാരുടെ ആരോപണങ്ങളടക്കം വിശദമായി തന്നെ പരിശോധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിലിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ പൊട്ടലിന്റെ കാരണം, ഈ അപകടത്തിന്റെ കാരണമായി പറയുന്നത് ഈ മെയിൻ ബിൽഡിംഗിലുണ്ടായ ഒരു പൊട്ടൽ മൂലമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നിലവിലിപ്പോൾ പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇത് ശരി തന്നെയാണോ എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് ഇന്ന് പരിശോധിക്കുന്നത്. അതിനുവേണ്ടി വിദഗ്ധർ അടക്കം ഇങ്ങോട്ടേക്ക് എത്തി ഇത്തരത്തിലുള്ള മെഷീനറിയിൽ വിദഗ്ധർ അടക്കമുള്ളവരെ എത്തിച്ച് പരിശോധന നടത്താനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല ജീവനക്കാരുടെ മുഴുവൻ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നവരുടെ മൊഴിയാണ് പ്രധാനമായും രേഖപ്പെടുത്തുന്നത്. മാത്രമല്ല നേരത്തെ ഉണ്ടായ അപകടങ്ങളെക്കുറിച്ചും പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഹാപ്പി ലാൻഡിന്റെ ഉടമ വിദേശത്താണ് ഉള്ളത് എന്ന് പോലീസ് പറയുന്നുണ്ട്. അദ്ദേഹത്തെ ബന്ധപ്പെടാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിച്ച് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം നടന്ന അപകടത്തിൽ ഒതുക്കാതെ മുൻപ് നടന്ന സംഭവങ്ങളിലും ഒരു അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള നിർദ്ദേശമാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ടൂറിസം മന്ത്രി അടക്കം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വിശദമായൊരു പരിശോധന ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തും. അതിനുശേഷം മാത്രമായിരിക്കും ഈ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി തുറക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലടക്കം തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. ശ്രീജിത്ത്. ശരി, ആഷിൻ ഡിയാഗോ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. നേരത്തെ ഉണ്ടായ സംഭവങ്ങളിൽ കൂടി വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.